assumption of law of demand. Assumption of law of demand എന്ന് പറയുന്നത് അതിൽ ടോട്ടൽ 7 assumptions ആണ് ഉള്ളത്. 7 assumptions ആണ് ഉള്ളത്. അതിനെ നമ്മൾ ഷോർട്ട് ആക്കി പറയുകയാണെങ്കിൽ 3 വേർഡ്സിൽ നമുക്ക് അത് ഓർത്തിരിക്കാം. കൺസ്യൂമേഴ്സ്, അതർ ഗുഡ്സ്, കമോഡിറ്റി. ഓക്കെ, ഈ കൺസ്യൂമേഴ്സ് പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ നോ എന്നാണ്. നോ. ഓക്കെ, ഇതിന് എങ്ങനെ സെന്റൻസ് ആക്കാം? കൺസ്യൂമേഴ്സിൽ വരുന്ന ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും അതേപോലെ അവരുടെ ഇൻകം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഷോർട്ട് ആക്കി നിങ്ങൾക്ക് എളുപ്പത്തിന് പറഞ്ഞതാണ്. കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും അവരുടെ ഇൻകം. അപ്പോൾ ഇതിന്റെ സെന്റൻസ് ആക്കുമ്പോൾ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ദ ഇൻകം ഷുഡ് ബി റിമെയിൻ കോൺസ്റ്റന്റ്. ഓക്കെ, രണ്ട് അസംഷൻ പഠിച്ചില്ലേ? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല, അതേപോലെ ഇൻകം ഷുഡ് ബി റിമെയിൻ കോൺസ്റ്റന്റ്. ഇൻകം കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ട് അസംഷൻ ആണ്. അതുപോലെ രണ്ടാമത്തെ ഒരു ഷോർട്ട് ഫോം ആണ് അതർ ഗുഡ്സ്. ഈ അതർ ഗുഡ്സ് എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത്? ഈ അതർ ഗുഡ്സിന്റെ പ്രൈസും അതേപോലെ ഈ അതർ ഗുഡ്സ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ആണെന്ന് ഓർത്തിരിക്കാം. എന്നിട്ട് ഇതെങ്ങനെ സെന്റൻസ് ആക്കാം? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് അതർ ഗുഡ്സ് ആൻഡ് ദർ ഷുഡ് നോട്ട് ഹാവ് എനി സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഫോർ ദി കൊമോഡിറ്റി. അതായത് അതർ ഗുഡ്സിന്റെ പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവാൻ പാടില്ല, അതേപോലെ നമ്മുടെ കൊമോഡിറ്റിക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, എല്ലാം നോ ആണ്. അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ ഒരു ഷോർട്ട് ഫോം ആണ് കൊമോഡിറ്റി. ഇത് നമ്മുടെ കൊമോഡിറ്റി ആണ് വിചാരിക്കാം, നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്ന കൊമോഡിറ്റി ആണ് വിചാരിക്കാം. അതിന്റെ 3 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. നമ്മുടെ കൊമോഡിറ്റിയുടെ പ്രൈസ്, ഡിമാൻഡ്, അത് ഏതെങ്കിലും ഡിസ്റ്റിങ്ഷനിൽ വരുന്നതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്നതാണോ, ഈ 3 കാര്യങ്ങളാണ് കൊമോഡിറ്റിയിൽ ഓർത്തിരിക്കേണ്ടത്. അതിങ്ങനെ സെന്റൻസ് ആക്കാം? കൺസ്യൂമേഴ്സ് ഷുഡ് നോട്ട് എക്സ്പെക്ട് എനി ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് അവർ കൊമോഡിറ്റി. അതായത് കൺസ്യൂമേഴ്സ് നമ്മുടെ ഈ കൊമോഡിറ്റിയിൽ എന്തെങ്കിലും പ്രൈസ് ചേഞ്ചസ് ഉണ്ടാകുമോ എന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്താണ്? നമ്മുടെ കൊമോഡിറ്റി ഷുഡ് നോട്ട് കൺ ഫോർ എനി ഡിസ്റ്റിങ്ഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കരുത്. പിന്നെ ഡിമാൻഡ് എങ്ങനെയാണ്? ദ ഡിമാൻഡ് ഓഫ് കൊമോഡിറ്റി ഷുഡ് ബി കണ്ടിന്യൂസ്. അതായത് ഒരു കണ്ടിന്യൂസ് ഡിമാൻഡ് ഉള്ള കമോഡിറ്റി ആയിരിക്കാം. ഇപ്പൊ ചില പ്രൊഡക്ട്സ് കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും, ഒരുപാട് പേര് അത് വാങ്ങിക്കും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കുറയും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കരുത്. ഓക്കെ, അപ്പൊ അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് ക്യാപ്ചർ ചെയ്ത് വെക്കാം. ഇത് ഇങ്ങനെ ഷോർട്ട് ഫോം ആയിട്ട് പഠിച്ചാൽ കൺസ്യൂമേഴ്സ്, അതർ ഗുഡ്സ്, കൊമോഡിറ്റി 3 പോയിന്റ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ പോയിന്റ്സ് എല്ലാം ഫിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നോ എന്ന ഒരു വാക്കും കൂടെ പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ 7 പോയിന്റ്സും നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു മറിച്ച് ചോദിച്ചാലും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി പറയാൻ പോകുന്ന ഒരു സ്റ്റോറി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇത് നമ്മുടെ കൊമോഡിറ്റി ആണ്. നമ്മുടെ കൊമോഡിറ്റി വാങ്ങാൻ വരുന്ന കൺസ്യൂമേഴ്സ് ആണ് ഇവർ. ഈ നമ്മുടെ കൊമോഡിറ്റിക്കുള്ള അതർ ഗുഡ്സ്, ഇതിന് പകരമുള്ള വേറെ പ്രൊഡക്ട്സ് ആണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ 3 പോയിന്റ് ഓർത്തല്ലോ. നമ്മുടെ കൊമോഡിറ്റി അത് വാങ്ങാൻ വരുന്ന കൺസ്യൂമേഴ്സ്, അതിന്റെ വേറെ അതേപോലത്തെ വേറെ പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഇനി കഥ തുടങ്ങാം. അപ്പോൾ നമ്മുടെ കൊമോഡിറ്റി വാങ്ങാൻ വരുന്ന കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കാൻ പാടില്ല. അവരുടെ ഇൻകം ഷുഡ് ബി റിമെയിൻ കോൺസ്റ്റന്റ്. ഇൻകം കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇനി നമ്മുടെ കൊമോഡിറ്റിക്ക് വേറെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് ചേഞ്ച് ആയിരിക്കാൻ പാടില്ല. അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല മാർക്കറ്റിൽ. ഓക്കെ, ഇനി നമ്മുടെ കൊമോഡിറ്റിയിലേക്ക് വരാണെങ്കിൽ അതിന്റെ പ്രൈസ് ചേഞ്ച് ആകും. അതിന്റെ പ്രൈസ് ചേഞ്ച് ആകുമെന്ന് നമ്മുടെ കൺസ്യൂമേഴ്സ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ നമ്മുടെ കൊമോഡിറ്റിയുടെ ഡിമാൻഡ് കണ്ടിന്യൂസ് ഡിമാൻഡ് ആയിരിക്കണം. അതേപോലെ നമ്മുടെ കൊമോഡിറ്റി ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലും പെടുന്നതായിരിക്കരുത്. എനി ഡിസ്റ്റിങ്ഷനിലും ഷുഡ് നോട്ട് കൺഫർ എനി ഡിസ്റ്റിങ്ഷൻ. ഒരു ഡിസ്റ്റിങ്ഷനിലും പെടുന്ന കൊമോഡിറ്റി ആയിരിക്കരുത്. ഓക്കെ, ഇതാണ് നമ്മുടെ കൊമോഡിറ്റിയുടെ സ്റ്റോറി. ഈ കൊമോഡിറ്റിനെ പറ്റിയുള്ള ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ ഈ 7 അസംഷനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഇനി നമുക്ക് നെറ്റ് ആൻഡ് CRF സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.